ശശി തരൂര്. എന്തുകൊണ്ട് ശശി തരൂർ? നല്ലൊരു വികസന നായകനാണ് തിരുവനന്തപുരത്തിന് പറ്റിയത്. അപ്പൊ അതിനുവേണ്ടി തിരുവനന്തപുരത്തിന് ശശി തരൂരിനെ വിജയിപ്പിക്കാൻ വേണ്ടി, വൻഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ വേണ്ടി. ഈ മണ്ഡലത്തിൽ ആരൊക്കെ തമ്മിലാണ് യഥാർത്ഥത്തിൽ മത്സരം? ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലാണോ? ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും തമ്മിലാണോ? ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനുമാണ്. പക്ഷേ ശശി തരൂർ പറയുന്നത് രാജീവ് ചന്ദ്രശേഖറുമായിട്ടാണ് മത്സരം എന്നാണ്. അങ്ങനെയല്ല, അല്ല, പന്ന്യൻ രവീന്ദ്രനുമായിട്ടാണ് മത്സരം. പന്ന്യൻ രവീന്ദ്രനെ കുറിച്ച് എന്താ അഭിപ്രായം? അതിനെ കുറിച്ച് കൂടുതലായിട്ട് മോശമായിട്ടൊന്നും പറയാനില്ല. ഒരിക്കലും കോൺഗ്രസിന്റെ കൂടെ മത്സരിക്കാൻ ബിജെപിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. കോൺഗ്രസിനോടൊപ്പം മത്സരിക്കാൻ ബിജെപിക്ക് അതിനായിട്ടില്ല. ബിജെപി ആയിട്ടില്ല. എന്തുകൊണ്ട് നരേന്ദ്രമോദി 400 സീറ്റ് കാണും എന്ന് പറയുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങലും ഒക്കെ കണക്കൂട്ടിയാ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കേന്ദ്രത്തിന്റെ ഭരണം എന്താണെന്നുള്ളത് പൊതുജനങ്ങളും നാട്ടുകാരും തിരിച്ചറിഞ്ഞതാണ്. കേന്ദ്ര ഭരണത്തിന്റെ ഒരു കുഴപ്പം എല്ലാ രീതിയിലും ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരും നമ്മുടെ സർക്കാരുമാണെന്ന് എല്ലാവർക്കും തിരിച്ചറിഞ്ഞ കാര്യമാണ്. കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുമ്പോൾ ഫ്ലൈ ഓവറുകൾ വരുന്നു, ദേശീയപാത വികസിക്കുന്നു, എയർപോർട്ട് വരുന്നു. സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവർ അറിയുന്നില്ലല്ലോ. ആണോ? അല്ല, ബിജെപി അറിയുന്നില്ല. അതിന് പൊതുജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി മാത്രമേ അറിയാൻ പറ്റൂ. ഗ്യാസ് യോജന കൊടുക്കുന്നുണ്ട്. അതല്ലല്ലോ ഇപ്പൊ നമുക്ക് ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് ജീവിക്കാനുള്ള ഭക്ഷണം, അതുപോലും ഇന്നുവരെ കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കേരളത്തെ സാമ്പത്തികമായിട്ട് കേന്ദ്രം ജനിക്കുന്നുണ്ടോ? കേരളത്തെ സാമ്പത്തികമായി കേന്ദ്രം ജനിക്കുന്നുണ്ടോ? സാധാരണ ഒരു ഓട്ടോ ഡ്രൈവറുടെ തന്നെ ഇപ്പോഴത്തെ പെർമിറ്റ് അവരുടെ അത് ഇപ്പം വേറെ 400 രൂപ കിടന്ന ഒരു പെർമിറ്റ് ഇപ്പം 1400 രൂപ കൂട്ടിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ കാര്യം ബിജെപിയോടാണ്. പറഞ്ഞോ. ബിജെപി പ്രതിനിധിയോടാണ് ചോദ്യം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾ വികസനം എന്ന് പറയുന്നത് പാലങ്ങളും റോഡുകളും മാത്രമല്ല, നമ്മുടെ ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യം, ആശുപത്രികൾ, പള്ളിക്കുടങ്ങൾ, ഇതെല്ലാമാണ് ഈ രാജ്യത്ത് ആവശ്യം. ഈ രാജ്യത്ത് രാമക്ഷേത്രം പണിത് വികസനമാണ് രാമക്ഷേത്രം എന്ന് പറയുന്ന ഒരു ബിജെപി അല്ല ഈ രാജ്യത്ത് ആവശ്യം. ഈ രാജ്യത്ത് പാവപ്പെട്ടവനോടൊപ്പം നിൽക്കുന്ന ഗവൺമെന്റാണ് ആവശ്യം. ഇവിടെ മാഡം പറയുന്നത് കേട്ടു, പിന്നെ ഓട്ടോറിക്ഷയുടെ ചാർജ് കൂട്ടിയത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇത്ര പോലും അറിവില്ലാത്ത ഒരു മാഡം ഇവിടെ വന്നൊരു പബ്ലിക് ഫംഗ്ഷനിൽ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വ്യക്തത വേണം. പിന്നെ സാധാരണ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെയധികം 7 മാസമായിട്ട് ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല. പിന്നെ സപ്ലൈകോയിൽ വെറും ഇത് മാത്രമാണ്, ഫ്ലെക്സ് ബോർഡ് മാത്രമാണ് വെച്ചിരിക്കുന്നത്. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ ഫ്ലെക്സ് ബോർഡ് മാത്രമാണ് വെച്ചിരിക്കുന്നത്. അത് അത്രമാത്രം ഭരണപരാജയങ്ങളിൽ മൂടി നിൽക്കുന്ന കേരള സർക്കാരിനെ കേന്ദ്ര സർക്കാർ പരാജയമല്ല എന്നാണ് താങ്കൾ പറയുന്നത്? കേന്ദ്ര സർക്കാർ ഒരു രീതിയിലും പരാജയമല്ല. വികസന കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷം കാഴ്ചവെച്ച കാര്യങ്ങൾ തന്നെ മതി. കണ്ണു തുറന്ന് കാണുന്ന ഒരു മനുഷ്യന് മനസ്സിലാവും. പെട്രോൾ ഡീസൽ വില കൂടിയത്, ഗ്യാസിന് വില കൂടിയത് ഇതൊന്നും പ്രശ്നമല്ല. പെട്രോൾ ഡീസൽ 2014 പെട്രോൾ ഡീസലിന്റെ വില എത്രയായിരുന്നു? 55 രൂപ ഡീസലിന്. 2014 55 രൂപ, 25 രൂപയായിരുന്നു പെട്രോളിന്റെ വില. 105 രൂപ ബാരലിന് വില. 2014 ഇപ്പൊ ബാരലിന് വില എത്രയാ? ഞാൻ പറയാം, 2014 പെട്രോളിന്റെ വില, കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിന്റെ വില 74 രൂപ 55 പൈസ. 2004 എത്രയായിരുന്നു പെട്രോളിന്റെ വില? 2004 എത്രയായിരുന്നു പെട്രോൾ വില? 35 രൂപ. 2004 തൊട്ട് 2014 ആ 10 വർഷത്തിൽ ഇരട്ടിയിലധികം കൂടിയോ ഇല്ല? അപ്പൊ ഇപ്പൊ കൂടി. ചോദ്യം അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിന്റെ ഡീസലിന്റെ വില കുറഞ്ഞോ കൂടിയോ? അന്താരാഷ്ട്ര വിപണിയിൽ കൂടിയോ കുറഞ്ഞോ? അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിന്റെ ആനുപാതികമായിട്ടുള്ള മാറ്റം മാത്രമേ ഉണ്ടായിട്ട്. അല്ലല്ല, ഒരു നിമിഷം ചേട്ടാ പറഞ്ഞോണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ 2014 ഒരു ബാരലിന് എത്രയായിരുന്നു വില? $105 ആയിരുന്നു. 2024 ആകുമ്പോൾ അത് 87 വില കൂടിയോ കുറഞ്ഞോ? അല്ല, ആനുപാതികം. ഈ പറയുന്ന നിങ്ങളുടെ സാലറി കൂടിയോ? ഈ അരുൺ വാങ്ങിക്കുന്ന സാലറി കൂടിയോ ഇല്ലേ? 10 വർഷത്തിൽ